ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് പുരുരുട്ടാതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. പുരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ 2025 ജനുവരി ഫെബ്രുവരി മാസം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ 2025 ആണ്ടും ഗുണദോഷ സമ്മിശ്രമാണ്. നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളും ഉണ്ടാവും, ചെറിയ ചെറിയ ചില ദോഷങ്ങളും ഒഴിച്ചാൽ വർഷം പൊതുവെ ഗുണകരം തന്നെയാണ്. ജനുവരി ഫെബ്രുവരി മാസത്തിലും അതുപോലെ തന്നെ ആണ് കാണുന്നത്. ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. നിങ്ങളുടെ വരുമാനമൊക്കെ മൊത്തത്തിലൊന്ന് വർദ്ധിക്കുന്ന സമയമാണ്. ജനുവരി മാസമൊക്കെ ആകുമ്പോൾ പല ദിക്കിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് കുറച്ച് പണം കയ്യിലെപ്പോഴും ഉണ്ടാവും. സഹായമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജോലിയിലുള്ള ശമ്പള വർധനമായിട്ടാണെങ്കിലും ചില പ്രൊഫഷണലുകൾക്കാണെങ്കിൽ അവർക്ക് പുതിയ പ്രോജക്റ്റുകളൊക്കെ കിട്ടിയിട്ട് അതിൽ നിന്ന് കുറച്ച് വരുമാനമൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ സുഖഭോഗങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. ആഡംബരത്തിന് വേണ്ടി കുറച്ച് പണം നിങ്ങൾ ചിലവഴിക്കും. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിക്കിട്ടി ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് ഈ പുരുരുട്ടാതി നക്ഷത്രക്കാരുടെ കുടുംബത്തിലൊക്കെ. നിങ്ങൾ സ്വജനങ്ങളെയൊക്കെ പിരിഞ്ഞ് കഴിയേണ്ട സാഹചര്യം കാണുന്നുണ്ട് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ. നിങ്ങൾ കൂട്ടുചേർന്നുള്ള വ്യാപാരങ്ങളോ വ്യവസായങ്ങളെയോ ഒക്കെ ഒരു കാരണവശാലും ഈ മാസങ്ങളിൽ തുടങ്ങരുത്. അഥവാ ഉള്ളവർ അവർക്ക് മനക്ലേശമൊക്കെ ഉണ്ടാകാനുള്ള വഴിയായി മാറുന്നതാണ് ഈ ബിസിനസ്സൊക്കെ. വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായി മാറുന്നതാണ്. എടുത്തടിച്ചുള്ള അല്ലെങ്കിൽ മുഖത്തടിച്ച പോലുള്ള സംസാര രീതിയൊക്കെ ഒന്ന് ഒഴിവാക്കുക. പുറത്ത് നിൽക്കുന്ന ആളുടെ പ്രയാസങ്ങളും പരിഭവങ്ങളൊക്കെ ഒന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നയചാതുര്യത്തോടു കൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയായിരിക്കും നല്ലത്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഏത് കാര്യത്തിലായാലും, ബിസിനസ്സിലായിക്കോട്ടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ദോഷമായി മാറും. അത് കഴിയാവുന്ന മുതിർന്നവരോട് അല്ലെങ്കിൽ ബിസിനസ്സിലാണെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അത് ഗുണഫലമായി മാറുന്നതാണ്. ഒറ്റടിക്ക് എടുത്തടിച്ച പോലെയുള്ള തീരുമാനങ്ങൾ നിങ്ങൾക്ക് ബൂമറാങ്ക് പോലെയാകും, ദോഷമായി മാറും. ചിലർക്കൊക്കെ പിതൃസ്വത്തുക്കൾ കൈവശം വന്ന് ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒരുവിധം പരിഹരിക്കപ്പെടുന്ന സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം. നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മാസങ്ങളിൽ. എന്നാൽ എടുത്തു പറയേണ്ടത് ഉദര സംബന്ധമായിട്ടുള്ള ഉദര രോഗങ്ങളൊക്കെ നിങ്ങളെ നിരന്തരം ശൈല്യപ്പെടുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. വയറുവേദന, സ്ത്രീകൾക്കാണെങ്കിൽ അർത്ഥാരവുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉദര സംബന്ധമായിട്ട് മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും കഴിക്കരുത്. ഈ മാസങ്ങൾ 2 മാസങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം മാത്രം സേവിക്കുക. കഴിയാവുന്നതും വെജിറ്റേറിയൻ ഫുഡുകൾ കഴിക്കുക, നോൺ വെജ് കഴിക്കാണ്ടിരിക്കുക. മാതാവിൻ്റെ രോഗം മനസ്സ് അസ്വസ്ഥമാക്കുന്നൊരു സമയമാണ്. നിങ്ങളുടെ മാതാവിൻ്റെ നില ഇച്ചിരി പരിങ്ങലിലാണ്. മാതാവിന് ചില രോഗങ്ങൾ പിടിപെടാനുള്ള അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇയർ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് തലകറക്കം അതുപോലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. നിലവിൽ അസുഖമുള്ളവരാണെങ്കിൽ ഒന്ന് മൂർച്ഛിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ രോഗം മനസ്സിനെ ഭരിക്കുന്നതാണ്, മനസ്സ് അസ്വസ്ഥമാക്കുന്നതാണ്. പുരുഷന്മാരുടെ കാര്യത്തിലേക്കാണെങ്കിൽ പുരുരുട്ടാതി നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഭാര്യയുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ പ്രത്യേക ശ്രദ്ധ വേണ്ട സമയമാണ്. ഭാര്യയ്ക്ക് അനാരോഗ്യമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ഏത് കാര്യങ്ങളിലും ഈ പുരുരുട്ടാതി നക്ഷത്രക്കാർ ഏത് കാര്യത്തിലും ഒറ്റപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ
മൊത്തത്തിൽ കുടുംബത്തിലൊരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ കൂടി അതിൽ നിങ്ങളൊരു ഒരു അംഗമായി അല്ല എന്നൊരു തോന്നലുണ്ടാവുകയും നിങ്ങൾ വലിഞ്ഞുകയറിച്ചെന്നവനാണ്, മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുന്നു അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായി നിങ്ങൾ മാറിയിരിക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അതൊക്കെ വെറും തോന്നൽ മാത്രമാണ്. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ഓപ്പൺ ഹാർട്ടാവുന്നു, നിങ്ങൾ എത്രത്തോളം തുറന്ന മനസ്സുമായിട്ട് സമീപിക്കുന്നു, അതുപോലെ തന്നെ മറ്റുള്ളവർ പ്രതികരിക്കുന്നതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചിന്തകളുണ്ടായി അതിനായിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാതെ മറ്റുള്ളവർ സന്തോഷത്തോടു കൂടി ആഘോഷിക്കുമ്പോൾ അതിൽ അംഗമായിട്ട് അവരോടൊപ്പം ആനന്ദിക്കുക. അതോടൊപ്പം നിങ്ങളുടെ മാനസിക സമ്മർദ്ദമൊക്കെ ഒരു പരിധിവരെ കുറയുന്നതാണ്. ആവശ്യമില്ലാതെ സമ്മർദ്ദം ക്ഷണിച്ചു വരുത്തരുത്. അത് ഗുണത്തെക്കാളെ ദോഷം വരുത്തുന്നതാണ്. നിങ്ങൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കൊക്കെ വിഘ്നമുണ്ടാകുന്നൊരു സമയമാണ്. ചില കാര്യങ്ങൾ ചുണ്ടിനും മൂക്കിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് പറയില്ലേ, അതുപോലെ നടക്കുമെന്ന് 100% ഉറപ്പുണ്ടായിരുന്ന കാര്യം പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ പെൻഡിങ് ആയി പോവുക, നടക്കാണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാക്കും. നിങ്ങൾക്ക് അനിയന്ത്രിതമായിട്ടുള്ള മാനസിക വിഷമത്തിന് അടിമപ്പെട്ട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളൊരു സൈക്കോ എന്നൊക്കെ പറയത്തില്ല, ആ ലെവലിലേക്കൊക്കെ ആയി പോവും. സംസാരമൊക്കെ വളരെ മോശമായ രീതിയിലാവും. എപ്പോഴും ഞാൻ ഒറ്റപ്പെട്ടു, എനിക്കാരെയും വേണ്ട, അല്ലെങ്കിൽ വല്ലാത്തൊരു മൂഡിലായിരിക്കും നിങ്ങൾ. വളരെ വിഷണ്ണനായിട്ടുള്ള വിഷമത്തിലൊക്കെ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവൃത്തിയും അതുപോലെയൊക്കെ തന്നെയായിരിക്കും. പല കാര്യങ്ങളും അശ്രദ്ധമായിട്ട് ചെയ്യുന്നതാണ്. ഈ സമയത്ത് നിങ്ങൾ വാഹന ഉപയോഗമൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് മറ്റ് ചിലങ്ങളിലായിരിക്കും. സോ അത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ വീട്ടിലെ പ്രശ്നങ്ങളിൽ മാനസിക സമ്മർദ്ദമൊക്കെ ഒരു പരിധിവരെ മാറ്റി വെക്കുക. വാഹനം ഉപയോഗിക്കുമ്പോഴെങ്കിലും അത് കൂടെ കൊണ്ടുപോകരുത്. അത് നിങ്ങൾക്ക് ദോഷമായിട്ട് ഭവിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ സ്വഭാവ മാറ്റമൊക്കെ മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാക്കാൻ സാധിക്കുന്നതാണ്. അത് സഹായകമാവുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മറ്റുള്ളവർ നിങ്ങളെ ഒരു നെഗറ്റീവ് കഥാപാത്രമായിട്ടും അങ്ങനെ ആയി ചിന്തിക്കുന്നതാണ്. നിങ്ങളൊരു മോശപ്പെട്ട കഥാപാത്രമായിട്ട് മാറുന്നതായിട്ട് മറ്റുള്ളവർ ചിന്തിക്കും. നിങ്ങളോടുള്ള സഹവർത്തിയോ അല്ലെങ്കിൽ സുഹൃത്ബന്ധമൊക്കെ ചിലരൊക്കെ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ മോശ സമയം അത് നമ്മൾ മനസ്സിലാക്കുക. അതിന് വേണ്ട പരിഹാരങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ രീതിയിൽ ചെയ്യുക. മെഡിറ്റേഷനൊക്കെ വളരെ നല്ലതാണ് ഈ സമയത്ത്. നിങ്ങൾ ഈ മാറ്റം നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതാണ്. എന്ത് പറ്റി, എന്നെ ആരും കൂട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തുന്നു. ഇത് നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്. മനസ്സിലായില്ലേ? അത് മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട്, നിങ്ങൾ എത്രത്തോളം എനർജറ്റിക്കായിട്ട് ചെന്നുകൊണ്ടിരുന്നോ, നിങ്ങൾ അതിൻ്റെ പകുതി പോലും അവിടെ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് വെച്ചാൽ ആ വ്യക്തിക്ക് എന്നോട് താല്പര്യമില്ല എന്നായിരിക്കും. അതുകൊണ്ട് അവരും വരത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ 150% ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യം. അത് നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ്. ശരിക്കും നിങ്ങൾ കുറച്ച് പുറകിലാണ്. പ്രവൃത്തിയിലും മാനസികമായിട്ടുള്ള കാര്യങ്ങളും കുറച്ച് പുറകിലാണ്. നിങ്ങളുടെ ചിന്തകളാണ് ഇത്ര ഞാൻ ചെയ്തിട്ടെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും അത് ഒരു പകുതി പോലും നിങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊരു മോശമായിട്ട് തോന്നുന്നത്. പഴയ പോലെ ഒരു എനർജറ്റിക്കായിട്ട് വരാത്തതുകൊണ്ടാണ് മറ്റുള്ളവരെ നിങ്ങളെ അവഗണിക്കുന്നത്. സോ നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുക. എത്രത്തോളം പോസിറ്റീവ് ആകാൻ പറ്റുമോ അത്രത്തോളം പോസിറ്റീവ് ആവുക. ടൺ കണക്കിന് എനർജിയുമായിട്ട് മറ്റുള്ളവരെ സമീപിക്കുക. സന്തോഷിക്കാനുള്ള ഒരവസരവും നിങ്ങൾ ഈ സമയത്ത് വിട്ടുകളയരുത്. മറ്റുള്ളവർ എന്ത് കരുതുന്നു അതൊക്കെ നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എത്രത്തോളം ഹാപ്പി ആകാൻ പറ്റുമോ അത്രത്തോളം ഹാപ്പി ആകാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കാനും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറക്കാനൊക്കെ ആയിട്ട് നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ ഗണപതി ക്ഷേത്രം ദർശിക്കുക. ഗണേശ ഭഗവാന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. ഗണേശ ഭഗവാനെ സാഷ്ടാംഗം വീണ് പ്രണമിച്ച് ഏത്തമിടുക. ഭഗവാന് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ്. നിങ്ങളുടെ മനസ്സിലെ അഹംഭാവം കളഞ്ഞ് നിങ്ങൾ ഭഗവാന് മുന്നിൽ സറണ്ടർ ചെയ്യുകയാണ് ഏത്തമിടുന്നതിലൂടെ.
ഭഗവാന് മുന്നിൽ എത്രത്തോളം ഏത്തമിടാമോ അത്രത്തോളം ഏത്തമിട്ട് സ്വന്തം കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറയുക, സ്വന്തം പ്രാണനെ ഭഗവാനെ മുന്നിൽ സമർപ്പിക്കുക. നമ്മുടെ തെറ്റുകളും കുറവുകളുമൊക്കെ ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് സാഷ്ടാംഗം വീണ് പ്രണമിച്ച് പോരുക. ബാക്കി ഭഗവാൻ നോക്കിക്കോളും. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു മാസം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.